ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാവ് മുരളി നടത്തിയ പ്രസ്താവന പരിപൂർണമായും LDF അംഗീകരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യം, അതിലൊന്ന് LDFും UDFും തമ്മിലാണ് മത്സരം, BJPയും UDFും തമ്മിലല്ല. കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെയും നിലപാടിന് വിരുദ്ധാണിത്. അപ്പോൾ മുരളിയുടെ നിലപാടിനോടാണോ UDFന് അനുകൂലതയുള്ളത്? അല്ല, മുരളിയെ തള്ളിപ്പറയാനാണോ ഉദ്ദേശിക്കുന്നത്? ഇത് KPCC നേതൃത്വം വ്യക്തമാക്കണം. മാത്രവുമല്ല, നിലപാടിൽ വ്യത്യാസമില്ല, ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്ന് അദ്ദേഹം ഇന്ന് വീണ്ടും സൂചിപ്പിച്ചു കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ സമയം മുതൽ LDF 3-ാം സ്ഥാനത്താണ്, UDFും BJPയും തമ്മിലാണ് മത്സരമെന്ന് ഇതുവരെ പറഞ്ഞ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനും KPCC പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിൻ്റെയും കാരണത്തടിക്കുന്ന അഭിപ്രായമാണിത്. അപ്പം ഇതോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കാൻ പോകുന്നു എന്ന സന്ദേശം മുരളി തന്നെ ഉണ്ടാക്കിക്കഴിഞ്ഞു. ഈ അഭിപ്രായത്തോടാണ് യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തല ആദ്യം തന്നെ ഈ അഭിപ്രായം പറഞ്ഞിരുന്നു. LDFും UDFും തമ്മിലാണ് മത്സരം, BJP 3-ാം സ്ഥാനത്ത് പോകുമെന്ന് ആദ്യം തന്നെ അദ്ദേഹവും പറഞ്ഞിരുന്നു. അപ്പം ഇത് സൂചിപ്പിക്കുന്നത് ഓരോ ദിവസം കഴിയും തോറും LDFിൻ്റെയും LDF സ്ഥാനാർത്ഥി ഡോക്ടർ സരിൻ്റെയും ജനപിന്തുണ കൂടിക്കൂടി വരുന്നു എന്നുള്ളതാണ്. ഇതിനെ അട്ടിമറിക്കാൻ ഏത് വഴിവിട്ട മാർഗവും സ്വീകരിക്കുമെന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്നലെ ചിറ്റൂരിൽ വണ്ണാമടയിൽ നമ്മൾ കണ്ടത്. 1326 ലിറ്റർ സ്പിരിറ്റാണ് മുരളി എന്ന് പറയുന്ന കോൺഗ്രസ് പ്രവർത്തകൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കോൺഗ്രസ് കുടുംബമാണ് അദ്ദേഹത്തിൻ്റേത്. ഗോപാലസ്വാമി കൗണ്ടർ അദ്ദേഹത്തിൻ്റെ ഏട്ടൻ്റെ മകനാണ്. അദ്ദേഹം മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു, ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു, കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാവാണ്. ആ കോമ്പൗണ്ടിൽ വെച്ചാണ്, തെങ്ങുംതോപ്പിൽ വെച്ചാണ് ഈ സ്പിരിറ്റ് കണ്ടുപിടിച്ചത്. യഥാർത്ഥത്തിൽ ഇതൊക്കെ കോൺഗ്രസിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ആൾക്കാർ കൊടുക്കുന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ രൂപത്തിൽ കള്ളപ്പണം ഒരു ഭാഗത്ത്, വ്യാജമദ്യം മറ്റൊരു ഭാഗത്ത്, വ്യാജ ഐഡൻറ്റിറ്റി കാർഡ് മറ്റൊരു ഭാഗത്ത്, ഇതിനെയെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് വിധിയെ അട്ടിമറിക്കാൻ വലിയൊരു ഗൂഢാലോചനയാണ് UDF നടത്തുന്നത്. ഇതിനെ തിരിച്ചറിയണം. ശക്തമായ നിലപാട്, സംശയമുള്ള എല്ലാ സ്ഥലങ്ങളിലും പോലീസ്, എക്സൈസും ഇലക്ഷൻ കമ്മീഷനും പരിശോധന നടത്തണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കൃത്യമായ പരിശോധന നടത്തി ഇത് വെളിപ്പെടുത്തണം. കോൺഗ്രസ്സുകാരുടെ ഇടയിൽ നിന്ന് തന്നെ കിട്ടുന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചില കാര്യങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതിൽ ആദ്യത്തെ സംഭവമായിരുന്നു ഹൈക്കമാൻഡിന് അയച്ച കത്ത്. പാലക്കാട് ജില്ലയിലെ പ്രഗത്ഭരായിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതാക്കൾ ഈ കഴിഞ്ഞ 15-ാം തീയതി ഹൈക്കമാൻഡിന് കത്തയച്ചത്, ഈ സ്ഥാനാർത്ഥി, UDFിൻ്റെ നിർദ്ദിഷ്ട സ്ഥാനാർത്ഥി ഒരു രൂപത്തിലും BJPയെ പരാജയപ്പെടുത്താൻ പര്യാപ്തമല്ല എന്നുള്ളതാണ്. അതിനുശേഷം ഒട്ടേറെ കത്തുകൾ അവരയച്ചിട്ടുണ്ട്. അതിലേക്കൊന്നും കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കോൺഗ്രസിൻ്റെ ഉള്ളിലെ, UDFിൻ്റെ ഉള്ളിലെ ഈ പ്രശ്നങ്ങളെല്ലാം കണ്ടു മടുത്തിട്ടാണ് ഒരു വിഭാഗം കോൺഗ്രസ്സുകാരും നേതാക്കന്മാരും
ഇടതുപക്ഷത്തോടൊപ്പം വരുന്നത്. അതിന് തുടക്കമിട്ടത് ഡോക്ടർ സരീനാണ്. അപ്പം ജനകീയ വിധിയെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ഏത് വഴിവിട്ട മാർഗവും സ്വീകരിക്കുന്നതിന് നേതൃത്വം കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരുടെ താവളം ഇവിടെ ഇപ്പോൾ സുരക്ഷിതമായി UDF നൽകിയിട്ടുണ്ട്.